ഓക്കെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം എന്നൊരു സംഭവം ഇപ്പോൾ നിലവിൽ ബാൻ ചെയ്തേക്കാണ്. ഓക്കെ, അപ്പോൾ ഇനി ഒരു ടെലഗ്രാം നമുക്ക് തിരിച്ചു വരുമോ, ഇനി എപ്പോഴാണ് വരുന്നതെന്നും ആർക്കും അറിയില്ല. എന്തിനാണ് ബാൻ ചെയ്യുന്നത് കുറച്ച് പേർക്ക് അറിയായിരിക്കും. നമുക്ക് ഓൾറെഡി നമ്മുടെ നീറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ കൊണ്ടാണ് നമ്മൾ ഈ ടെലഗ്രാം ഇപ്പോൾ ഇന്ത്യയിൽ ബാൻ ചെയ്ത് ജൂലൈ 16 തൊട്ട് ജൂലൈ 22 വരെയാണ് നമ്മൾ ടെലഗ്രാം ബാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ റീസൺ എന്താണ്, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പരിപാടിയൊക്കെ നടക്കുന്നത്, ഇനി ടെലഗ്രാം തിരിച്ചു വരുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിയമപരമായി നടപടി അവർ നേരിടണോ എന്നൊക്കെയുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ വീഡിയോ അതിട്ട് കാണുന്നത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് എന്തായിരുന്നത് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ ടെലഗ്രാം നമ്മുടെ ഒരു 95% ആൾക്കാർ യൂസ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ഈ ടെലഗ്രാം. സിനിമ ഡൗൺലോഡ് ചെയ്യാനാണ്, അങ്ങനെ പല കാര്യങ്ങളും ബിസിനസ് ആവശ്യത്തിനെല്ലാം നമ്മൾ എല്ലാവരും ടെലഗ്രാം എന്നൊരു സംഭവം യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ടോട്ടൽ ഒരു 900 മില്യൺ ആൾക്കാരാണ് നമ്മൾ ടെലഗ്രാം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യക്കകത്ത് ഏകദേശം 15 കോടി കൂടുതലും മുകളിൽ ആൾക്കാർ ടെലഗ്രാം യൂസ് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇവർക്കെല്ലാം ഇപ്പൊ നിലവിൽ ഇപ്പൊ ടെലഗ്രാം ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓപ്പൺ ചെയ്താൽ നിങ്ങൾ ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ കണക്റ്റിംഗ് എന്നൊരു സംഭവമാണ് മേളിൽ കാണിക്കാറ്. ഇതിപ്പോ നിങ്ങൾ എത്ര നേരം നിന്നുള്ള ഫ്ലൈറ്റ് മോഡൊക്കെ ഓണാക്കി ഓഫാക്കി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഒരു കണക്റ്റിംഗ് പരിപാടി അവിടെ നിന്ന് പോകത്തില്ല. അപ്പോൾ അത് ബാൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു കണക്റ്റിംഗ് സംഭവം ഈ ടെലഗ്രാം നിൽക്കുന്നത്. നിങ്ങൾക്ക് ടെലഗ്രാം ഓപ്പൺ ചെയ്യാനും നമുക്ക് വേറെ കാര്യങ്ങളോ നമ്മൾ ഫയൽ ഡൗൺലോഡ് ചെയ്യാനോ ഒന്നും പറ്റാത്തതിന്റെ കാര്യം കണക്റ്റിംഗ് എന്ന് കാണിക്കുന്നതാണ്. കാരണം ഇന്ത്യയിൽ 16 തീയതി തൊട്ട് 22 തീയതി ടെലഗ്രാം എവിടെ അവൈലബിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ട് മാത്രമാണ് അവർ കണക്റ്റിംഗ് കാണിക്കുന്നത്. 22 ശേഷം അവർ ബാൻ മാറ്റുമെന്നാണ് ഇപ്പൊ നിലവിൽ പറയുന്നത്. നിയമ നടപടി എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് നിയമ തടസ്സമൊന്നും ഇതിനകത്തില്ല. 22 ശേഷം അവർ ടെലഗ്രാം ഓപ്പൺ ചെയ്ത് തരുമെന്നാണ് എല്ലാവരോടും പറഞ്ഞേക്കുന്നത്. പിന്നെ കുറച്ച് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 22 ശേഷം ടെലഗ്രാം ഇപ്പോൾ ഓപ്പൺ ചെയ്താലും നമുക്ക് നമ്മുടെ മെസ്സേജ് അയച്ചാൽ അതിനകത്ത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്ത് വരില്ല. അത് ജൂലൈ 1 ശേഷം അല്ലെങ്കിൽ അതിന് ആ ഒരു ഫസ്റ്റ് വീക്കൊക്കെ ആയിരിക്കും അത് ഓപ്പൺ ആയി തുടങ്ങുന്നത്. ആകെ ഒറ്റ പ്രശ്നം അത് മാത്രമാണ്, വേറൊരു കാര്യം ബാക്കിയെല്ലാം നിങ്ങൾക്ക് പഴയതുപോലെ എങ്ങനെയാണ് ടെലഗ്രാം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെലഗ്രാം നമുക്ക് യൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. എനിക്കറിയാം മെയിനായിട്ട് ടെലഗ്രാം ബാൻ ചെയ്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ നീറ്റ് പരീക്ഷയുടെ പേപ്പറിന്റെ ചോർച്ചയെ കൊണ്ടാണ് ഈ ഒരു ടെലഗ്രാം ബാൻ ചെയ്തത്. കാരണം ഇത് ലീക്ക് ആയത് നമ്മൾ ഈ ടെലഗ്രാം വരെയാണ് ലീക്ക് ആയത്. അപ്പോൾ എന്തിനാണ് ടെലഗ്രാം മാത്രം ബാൻ ചെയ്തത്, എന്തുകൊണ്ട് വാട്സപ്പ് ഇതൊന്നും നടക്കുന്നില്ല, അതൊക്കെ അങ്ങനെ അപ്പോൾ ലീക്ക് ആവാനുള്ള ചാൻസസ് ഉള്ളതാണ്. പക്ഷേ ഈ ടെലഗ്രാമിൽ നമുക്ക് പ്രൈവസിയുടെ ഒരു പ്രശ്നമുണ്ട്. എന്നുവെച്ചാൽ പ്രൈവസി ആയിരിക്കും അതിനകത്ത് മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ ടെലഗ്രാം യൂസ് ചെയ്യുന്നവരും അതുപോലെ ഈ ഫേക്ക് കാര്യമുള്ള യൂസ് ചെയ്തും ചെയ്യുന്നത് ഒരു ആപ്പാണ് നമ്മൾ ടെലഗ്രാം. അതിൽ വേറെ പ്രൈവസി ഇഷ്യൂസ് ഒന്നും വരില്ല, എന്തെല്ലാം ഹൈഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ടെലഗ്രാം എല്ലാവരും ഈ ഒരു കാര്യത്തിന് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഒരു പൈറസി മൂവീസ് ഒക്കെ കൊടുക്കുന്നത് ടെലഗ്രാം വഴിയാണ്. നിങ്ങളൊക്കെ ഈ പറയുന്ന ഈ മൂവീസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നതാണ്, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇതെല്ലാം ആരാണ് തരുന്നത്, എവിടുന്ന് വരുന്നത്, ഏത് നമ്പറിൽ നിന്ന് വരുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് ഇതിനകത്തൊരു മെയിൻ അഡ്വാൻറ്റേജ് ഇങ്ങനത്തെ ആൾക്കാർക്ക്. അപ്പൊ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ടെലഗ്രാം ബാൻ ചെയ്തത്. ബാക്കിയുള്ള വാട്സപ്പിൽ പോയാലും ഫേസ്ബുക്കിൽ പോയാലും ഇൻസ്റ്റാഗ്രാമിൽ പോയാലെല്ലാം നമുക്ക് ഈ ഒരു അക്കൗണ്ട് നമുക്ക് ആക്സസ് ചെയ്യാനുള്ള കാര്യം ഈ ഒരു ഇന്ത്യൻ ഗവൺമെന്റിനുണ്ട്. പക്ഷേ ഈ ടെലഗ്രാം മാത്രം ഇങ്ങനെ ഒരു സംഭവം അതിനകത്ത് നിലവിൽ ഇതുവരെ ഇന്നീ നിമിഷം വരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ടെലഗ്രാം ഇല്ലാതെ യൂസ് ചെയ്യുന്നതും ടെലഗ്രാം ഇപ്പോൾ ഈ നിമിഷം കൊണ്ട് ബാൻ ചെയ്തതും. മെയിൻ ആയിട്ട് ഈ ടെലഗ്രാം ഓണേഴ്സ് ഇതുവരെ മുംബൈ ഈ ഒരു ഇന്ത്യയിൽ ഈ ഒരു ഓണേഴ്സിനോട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ ആക്സസ് തരാൻ വേണ്ടി. പക്ഷേ ടെലഗ്രാം ഓണേഴ്സ് ഇതുവരെ ആക്സസും കാര്യങ്ങളൊന്നും ടെലഗ്രാമിൽ അവർക്ക് വേണ്ടി കൊടുത്തിട്ടില്ല. അതാണ് മെയിൻ കാര്യം. പിന്നെ വേറെ പല കമ്പനീസിന്റെയും ഒരു എന്താണ് നമ്മൾ പറയുമ്പോൾ ഈ അസൂയയും കുശുമ്പും ഒക്കെ ഉള്ള കുറച്ച് കമ്പനീസ് അവരുടെ കീഴിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരും പണിയാനുള്ള ചാൻസ് കുറെ നാളായിട്ട് പണിയുന്നുണ്ട് ടെലഗ്രാമിന് വേണ്ടി എല്ലാവരും. അപ്പോൾ ആ ഒരു പണികൾ കൂടി ചേർത്ത് അവർ മൊത്തത്തിൽ ബാൻ ചെയ്താണ്. ഇനിയിപ്പോൾ 22 ശേഷം ഇതുവരെ അവർ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറയാറ്. പക്ഷെ അതിന് ശേഷം ഇനി വേറെ എന്തെങ്കിലും വള്ളിക്കെട്ട് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ മെയിൻ ആയിട്ട് ഈ ഒരു നീറ്റ് പരീക്ഷയുടെ ചോർച്ചയാണ് ഇതിനകത്ത് മെയിൻ ഇഷ്യൂ. അവർക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ടെലഗ്രാം ബാൻ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നീറ്റ് പരീക്ഷയുടെ പേപ്പർ ലീക്ക്. ഈ സംഭവം ലീക്ക് ആവുന്നത് നമ്മുടെ ഈ ഒരു നീറ്റ് പരീക്ഷ തന്നെ പ്രിപ്പയർ ചെയ്ത ഒരു ടീച്ചറിന്റെ കയ്യിൽ നിന്നാണ് ഇത് ലീക്ക് ആവുന്നത്. അവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കാണാനുള്ള ആക്സസ് ഉണ്ടായിരുന്നു. അവരത് ആ ഒരു അവസരം മുതലാക്കി 10-20 ലക്ഷം രൂപയ്ക്ക് ആൾക്കാർക്ക് നീറ്റ് പരീക്ഷ ലീക്കാക്കി കൊടുത്തു. അവർ വേറെ മറച്ചു വിറ്റു. അങ്ങനെ ഈ ഒരു സംഭവം ഫുള്ളി സ്പ്രെഡ് ആയിപ്പോയി. അതാണ് മെയിനായിട്ട് ടെലഗ്രാം ബാൻ ചെയ്യാനുള്ള കാര്യം. അപ്പോൾ 22 നീറ്റ് എക്സാം. ഈ നീറ്റ് എക്സാമിന് ശേഷം അവർ ബാൻ മാറ്റും. പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലെന്ന് മാത്രമാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. വേറെ നിയമതടസ്സം ഇതുവരെ ഈ ടെലഗ്രാമിനകത്ത് ഇതുവരെ വേറെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് എന്തൊക്കെയാണ് ടെലഗ്രാം എന്ന് വരെയാണ് ടെലഗ്രാം ബാൻ ചെയ്തേക്കുന്നതിന് ശേഷം ഈ ഒരു എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തത് മെയിനായിട്ട്. സോ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇരിക്കുക. സോ വീഡിയോ എന്തായാലും ഭയങ്കര പിന്നെ പുതിയ ബൈ.